ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള ആ തന്ത്രം എന്താണെന്നും ഐശ്വര്യക്ക് അറിയാം. സാർ, ഒന്ന് വെറുതെ ഇരിക്കുവോ? എടുത്തി നമ്മുടെ വീട്ടിലാ വന്നിരിക്കുന്നത്. ശരിയാ, മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയാ. അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? അമ്മയാ. എന്നാ പിന്നെ ഫോൺ എടുക്കരുതോ? അമ്മയല്ലേ വിളിക്കുന്നേ, സംസാരിക്കാം. ഹലോ അഖി, അമൃത ഐശ്വരി ഞാൻ പറഞ്ഞയച്ചതാ. നീ ശ്യാമയും കൂട്ടി അവരോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വരണം. അമ്മേ, അത് എതിർപ്പൊന്നും പറയണ്ട. രണ്ടാളും വീട്ടിലേക്ക് വാ. നിന്നെ ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ പറയുന്ന എന്താ? ശ്യാമയെ അമ്മ എന്ന് വീട്ടിലേക്ക് വിളിക്കുന്നോ അന്ന് ഞാനും വരുമെന്ന്, അല്ലേ? ഞാനിപ്പോ ശ്യാമയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാം. ഫോൺ നമുക്ക് കൊടുത്തേ. അമ്മേ, അത് പിന്നെ നീ ഫോൺ ശ്യാമയ്ക്ക് കൊടുക്ക. അവളോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറയാം. അല്ല, ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കാൻ നിനക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. പക്ഷേ നീ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണം. അഖി, ശ്യാമയും കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരണം. അമ്മ രണ്ടാളെയും കാത്തിരിക്കും. ഓക്കെ? അമ്മ രണ്ടാളെയും വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ? പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് മാറാൻ അങ്ങനെ വരില്ലല്ലോ. അങ്ങനെയാക്കി. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതാ. ശ്യാമയുടെ വയറ്റിലുള്ളതേ നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ വസുന്ധരാമ്മയുടെ ചോര. അങ്ങനെ അമ്മയുടെ അഖിമോന്റെ ഒരു കുഞ്ഞ് ശ്യാമയുടെ വയറ്റിൽ വളരുമ്പോ ആ അമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാതിരിക്കാനാവില്ല. അമൃത പറഞ്ഞത് ശരിയാ മോനെ. നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോണം. ആ അമ്മയെ ധിക്കരിക്കാൻ പാടില്ല. അമൃതയെടുത്ത് പറഞ്ഞത് കേട്ടില്ലേ? അമ്മയെ വിഷമിപ്പിക്കണ്ട. നമുക്ക് ഇവരോടൊപ്പം പോവാം. എന്താ?